ഹലോ, ഇന്നത്തെ വീഡിയോ ജാനുവരി മന്തിലെ ബുള്ളറ്റ് ജേർണലിംഗ് സ്പ്രെഡാണ്. നമ്മൾ ഇയർലി പ്ലാനർ കാണിച്ച സമയത്ത് ഈ ഒരു മന്തിൻ്റെ പ്ലാനർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ മാസം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു തീമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പെയിൻറ്റിങ് അറിയില്ല, ഡ്രോയിങ് അറിയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു തീമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ വരച്ചിട്ടില്ല. ഇവിടെ ആകെയുള്ളത് ഒരു ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ ഒട്ടിച്ചിട്ടുള്ളതാണ്. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് മുൻപൊരു തവണ കേക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയ പെട്ടിയാണ്. അതിൽ ഈ സെയിം ഫ്ലവേഴ്സ് നിറയെ ഉണ്ടായിരുന്നു. അന്ന് കിട്ടിയപ്പോൾ എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. വളരെ പേസ്റ്റലായിട്ടുള്ളൊരു കളറായതുകൊണ്ട് തന്നെ എനിക്കിത് നല്ലതായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു തീമായിട്ട് ഈ ഒരു ഫ്ലവർ തന്നെയാണ് നമ്മൾ ഈ ഒരു മന്തിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഫ്ലവേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിതുപോലെ തീമായിട്ട് ഓരോ മന്തിൻ്റെയും തീമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഗോൾഡൻ കളറിലെ പെയിൻ്റാണ്. അത് നമ്മൾ അക്രിലിക് പെയിൻറ്റ് വാങ്ങിക്കുന്നത് പോലെ തന്നെ ചെറിയൊരു ബോട്ടിലായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഫ്ലവറിന് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ആ പിക്ചറിനോട് ചേർത്ത് ഔട്ട്ലൈൻ കൊടുക്കാതെ കുറച്ചൊന്ന് നീക്കി ഔട്ട്ലൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഡോംസിൻ്റെ ബ്രഷ് പെൻസും റെസ്റ്റോൻ്റെ ജെൽ പെന്നുമാണ് ഈ ഒരു പേജിന് ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ കളറും ലാവൻഡർ ഷെയ്ഡിലുള്ള ബ്രഷ് പെന്നും അതുപോലെ ജെൽ പെന്നും കൊണ്ട് ആ ഒരു പേജിൽ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആ ഒരു ചെറിയ കലണ്ടറാണ്. അതും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ട് ആ ഡേയ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 0.05 സൈസിലുള്ള ജെൽ പെൻ കൊണ്ടാണ് അതിൻ്റെ ആ നമ്പേഴ്സൊക്കെ ഡേറ്റ്സൊക്കെ എഴുതിയിട്ടുള്ളത്. ഇത്രയാണ് ഈ ഒരു പേജിലുള്ളത്. ഇനി അടുത്ത പേജിൽ ഡെയിലി ഗോൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഡെയിലി ടു ഡു ലിസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് തന്നെയാണ്. ഓരോ ദിവസത്തെയും മേജർ ഗോൾസ് മാത്രം നമുക്കവിടെ എഴുതി വെക്കാനായിട്ട് പറ്റും. ഒരു 4 ഗോൾസ് എഴുതാനുള്ള സ്ഥലമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ഗോൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾസ് മാത്രം നമുക്കവിടെ എഴുതി വെക്കാനായിട്ട് പറ്റും. പിന്നെ സൈഡിൽ ഗോൾഡൻ പെയിൻറ്റ് കൊണ്ട് ചെറിയൊരു ലീഫ് പോലെ കൊടുത്തിട്ടുണ്ട് 2 പേജിലും. അതുപോലെ തന്നെ ഡെയിലി ഗോൾസ് എന്ന് എഴുതിയിട്ടുള്ളത് ജെൽ പെൻ കൊണ്ടാണ്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ലാവൻഡർ ഷെയ്ഡിലുള്ള ബ്രഷ് പെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ ഈ ഒരു പേജിൽ. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് പേജും ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഈ ജാനുവരിയിലെ 31 ഡേയ്സും നമ്മളിതുപോലെ ഓരോ കോളങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ടു ഡു ലിസ്റ്റ് നമുക്ക് എഴുതി വയ്ക്കാനുള്ള സ്പേസ്. ഇനി ആ ഒരു പേജ് തീരുമ്പോൾ അവസാനം കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അവിടെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആ മന്ത് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ആ ഒരു ഫ്ലവർ തീമിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്ലവറാണ് അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഗോൾഡൻ കളർ കൊണ്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഗോൾസ് ഓഫ് ദ മന്ത് എഴുതാനുള്ള സ്ഥലമാണ്. ഇവിടെ 2 പേജായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫ്ലവറിൻ്റെ ഇമേജ് വരുമ്പോൾ തന്നെ ആ ഒരു പേജ് നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോൾസൊക്കെ എഴുതാനുള്ളൊരു സ്പേസ് അത് ജസ്റ്റ് ജെൽ പെൻ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജിലേക്കാണ് പോകുന്നത്. ഈ ഒരു പേജിൽ ഹാബിറ്റ് ട്രാക്കറും തൊട്ടടുത്തായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുമ്പോൾ ഈ മാസം ഞാൻ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ട്രാക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് ശരിക്കും പറഞ്ഞാൽ ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു 6 ഹാബിറ്റ്സ് എങ്കിലും ഞാൻ ട്രാക്ക് ചെയ്യാനായിട്ട് എഴുതി വെക്കാറുണ്ട്. എപ്പോഴും നല്ലത് കുറച്ച് ഹാബിറ്റ്സ് എഴുതുന്നത് തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ എഴുതി വരുമ്പോൾ ഒരു 6 ഹാബിറ്റ്സ് ഒക്കെ ആവാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഞാനത് ഏറ്റവും മിനിമം ആക്കിക്കൊണ്ട് 4 ഹാബിറ്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. വർക്കൗട്ട്, ജേർണലിങ്, റീഡിങ്, ആർട്ട്. ഈ പേജിലും മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ബ്രഷ് പെൻസും അല്ലാത്തതിന് മാർക്കറും അതുപോലെ തന്നെ ഗോൾഡൻ കളറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റിൻ്റെ പേജിലും ഒരു ഹാർട്ട് ഷേപ്പിൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് കൊടുത്തിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എഴുതി വയ്ക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെയും അവസാനം ഇതുപോലൊരു കുഞ്ഞു ഫ്ലവർ അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളർ കൊണ്ട് ഹൈലൈറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഈ മാസത്തെ ഒരു ബുള്ളറ്റ് ജേർണലിംഗ് സ്പ്രെഡ്. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രോസസ്സ് മൊത്തം കാണിക്കാതിരുന്നത് ഇതിൽ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ജസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പിക്ചർ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്കിതുപോലെ ഒരു ബുള്ളറ്റ് ജേർണലിംഗ് സ്പ്രെഡ് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.